ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നിങ്ങളുടെ പൊതുപരീക്ഷയ്ക്കായി കൂടുതൽ ശ്രദ്ധ നൽകേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതോടൊപ്പം ഈ ഓരോ പാഠഭാഗങ്ങളിലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എല്ലാത്തിൻ്റെയും മെയിൻ സമ്മറീസ്, ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള മെയിൻ പോയിന്റ്സ് ഓരോ ചാപ്റ്ററിലെയും, അതുപോലെ ഓരോ ചാപ്റ്ററിലും വരുന്ന മെയിൻ ആക്ടിവിറ്റീസ്, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനു മുൻപായി ഈ ഫോക്കസ് ഏരിയയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് 8 ചാപ്റ്റേഴ്സ് ആണ് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഐ വിൽ ഫ്ലൈ, ഈഫ്, ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്നുള്ള ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ളതാണ്. അതേപോലെ ആൻഡ് ദെൻ ഗാന്ധി കെയിം, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, ഡെത്ത് ദ ലെവലർ, ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങളുടെ സെക്കൻഡ് യൂണിറ്റ് വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്നുള്ള സെക്കൻഡ് യൂണിറ്റിൽ നിന്നുള്ളതാണ്. അതേപോലെ ദ സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവും, ആ ചാപ്റ്റർ നിങ്ങളുടെ തേർഡ് യൂണിറ്റിൽ നിന്നുള്ളതാണ്. ആൻഡ് സെറാങ് ഓഫ് റാണാഗഞ്ചി, ഫോർത്ത് യൂണിറ്റ് ബ്രേവിങ് ദ ഹസാർഡ്സ് എന്നുള്ള ഫോർത്ത് യൂണിറ്റിൽ നിന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ 2 യൂണിറ്റിൽ നിന്ന് 3 വീതവും, തേർഡ് യൂണിറ്റിൽ നിന്ന് 1, ഫോർത്ത് യൂണിറ്റിൽ നിന്ന് 1, അങ്ങനെ 8 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ ഫോക്കസ്ഡ് ഏരിയയിലുള്ളത്. നമുക്ക് ആദ്യമായി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിലെ മെയിൻ പോയിന്റ്സ് നോക്കാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ ലിയാം ഓഫ് ലഹേർട്ടി. ഇതൊരു കഥയാണ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ളതൊരു കഥയാണ്. എഴുതിയത് ലിയാം ഓഫ് ലഹേർട്ടി ആണ്. ആൻഡ് ലിയാം ഓഫ് ലഹേർട്ടി വാസ് എൻ ഐറിഷ് നോവലിസ്റ്റ് ആൻഡ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ലിയാം ഓഫ് ലഹേർട്ടി അയർലൻഡുകാരനായിട്ടുള്ള ഒരു നോവലിസ്റ്റും അതോടൊപ്പം ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ഒരു ചെറുകഥാ കൃത്തുമാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ യങ് സീ ഗൾ ഹു വാസ് എഫ്രൈഡ് ടു ഫ്ലൈ. ഇപ്പോൾ നമ്മൾക്കറിയാം ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ഈ സ്റ്റോറി ഒരു യങ് സീഗൾ, ഒരു കുഞ്ഞ് കടൽക്കാക്കയെ കുറിച്ചാണ്. പറക്കാൻ പേടിച്ച് നിൽക്കുന്ന ഒരു കുഞ്ഞു കടൽക്കാക്കയുടെ കഥയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ആൻഡ് ദ യങ് സീഗൾ ലിവ്ഡ് ഓൺ എ ലെഡ്ജ് വിത്ത് ഹിസ് ഫാമിലി. അപ്പോൾ നമ്മളുടെ യങ് സീഗൾ കടൽക്കരക്ക്, കടലിൻ്റെ ഇടുക്കുള്ള, കടലിലുള്ള ചെറിയ പാറക്കൂട്ടങ്ങൾ, ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ആ ഒരു പാറയിടുക്കിലാണ് നമ്മളുടെ യങ് സീഗൾ അവൻ്റെ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത്. ആൻഡ് ഹി തോട്ട് ഹിസ് വിങ്സ് വുഡ് നോട്ട് സപ്പോർട്ട് ഹിം ടു ഫ്ലൈ. അപ്പം അവൻ വിചാരിച്ചത് അവൻ്റെ വിങ്സ്, അവൻ്റെ ചിറകുകൾ അവനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, അവനെ ഒരിക്കലും പറക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യില്ല എന്നാണ്. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് കറേജ് മെയ്ഡ് ഹിം ടു സ്റ്റേ ഓൺ ദ ലെഡ്ജ്. അപ്പം അവന് ധൈര്യമില്ല, കോൺഫിഡൻസ് ഇല്ല, ആത്മവിശ്വാസമില്ല, അതുപോലെ കറേജ്, ധൈര്യമില്ല. ഈ ധൈര്യവും ആത്മവിശ്വാസവും ഇല്ലാത്തതിനാൽ തന്നെ അവൻ ഒരിക്കലും പറക്കാൻ ശ്രമിച്ചിരുന്നില്ല. അതുകൊണ്ട് അവൻ ആ ലെഡ്ജിൽ തന്നെ, ആ കടലിടുക്കിലെ ആ ഒരു പാറയിടുക്കിൽ തന്നെ ഇങ്ങനെ കഴിയുകയായിരുന്നു. ഹി വാസ് ലെഫ്റ്റ് അലോൺ ഓൺ ദ ലെഡ്ജ് വിത്ത് നത്തിങ് ടു ഈറ്റ്. അപ്പം തൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ ഓൾറെഡി പറന്നു പോയി. പക്ഷേ നമ്മളുടെ യങ് സീകൾ, നമ്മുടെ ഈ കുഞ്ഞു കടൽക്കാക്ക മാത്രം പേടിച്ച് ധൈര്യമില്ലാതെ പറക്കാതെ അവിടെ നിൽക്കുകയാണ്. നമ്മൾക്കറിയാം അതിൻ്റെ ഇടയ്ക്ക് ഈ യങ് സീകളിൻ്റെ പാരൻസ് വന്ന് ത്രട്ടൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അവർ നീ ഇനിയും പറന്നില്ലെങ്കിൽ നിന്നെ നമ്മളിവിടെ പട്ടിണിക്കിടും എന്നൊക്കെ പറഞ്ഞവർ പോകുന്നുണ്ട്. അങ്ങനെ ഹി വാസ് ലെഫ്റ്റ് അലോൺ, ആ പാറയിടുക്കിൽ അവൻ ഒറ്റക്കായി മാറുകയാണ്. വിത്ത് നത്തിങ് ടു ഈറ്റ്, ഒന്നും തന്നെ ഭക്ഷിക്കാനില്ലാതെ ആ പാറയിടുക്കിൽ ഒറ്റക്ക് കഴിയാണ് നമ്മളുടെ യങ് സീകൾ. ഹിസ് ഫാമിലി, എക്സ്പെഷ്യലി മദർ, ഗേവ് ഹിം കോൺഫിഡൻസ് ടു ഫ്ലൈ. അപ്പം അതിനുശേഷം നമ്മൾക്കറിയാം അവിടെ ഭക്ഷണമൊന്നും കഴിക്കാൻ ഇല്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ട് നോക്കി നമ്മളുടെ യങ് സീകൾ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാക്രൽ സ്റ്റെയിൽ, ഉണങ്ങിയ മാക്രൽ സ്റ്റെയിലും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അവസാനം ഒരു വഴിയുമില്ലാതെ he even gnawed his own shell in which he and his sisters were hatched. ഇവനും ഇവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററൊക്കെ ഉണ്ടായ ആ മുട്ടത്തോട് വരെ അവസാനം കരണ്ട് തിന്നാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം അവസാനം നമ്മളുടെ യങ് സീകളിന്
ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നത്, പറക്കാനുള്ളൊരു ആത്മവിശ്വാസം കൊടുക്കുന്നത് അവൻ്റെ അമ്മയാണ്. His father, 2 brothers and a sister were flying around him and supported him. അപ്പം അമ്മ സീകൾ നമ്മൾക്കറിയാം, അമ്മ സീകൾ ഇവനെ പറക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ പീസ് ഓഫ് ഫിഷ് എടുത്ത് ഇവൻ നേരെ വരികയാണ്. പക്ഷെ ഇവൻ്റെ ആ പാറയിടുക്കിലേക്ക് ഇറങ്ങുന്നില്ല, പക്ഷെ പകരം തൊട്ടടുത്ത അതേ സമയത്ത് അവിടെ ഹോൾട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇവൻ വിശപ്പ് സഹിക്കാൻ വയ്യാതെ അമ്മയുടെ കൊക്കിലുള്ള ആ പീസ് ഓഫ് ഫിഷ് നേരെ ജമ്പ് ചെയ്യുന്ന സമയത്ത് അമ്മ സീകൾ മുകളിലേക്ക് പറക്കും. അപ്പോൾ നമ്മളുടെ യങ് സീകൾ താഴേക്ക് വീഴുന്നപ്പോൾ തോന്നും. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ അവന് പറക്കാൻ, അവൻ്റെ ചിറകുകൾ വിരിയുകയും അത് അവനെ സപ്പോർട്ട് ചെയ്ത് അവൻ പറക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അച്ഛനും സിസ്റ്ററും അതുപോലെ തന്നെ ബ്രദേഴ്സിനൊക്കെ സന്തോഷമായി. അവരിവന് ചുറ്റും സന്തോഷം സൂചകമായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്ത് ഇവന് ചുറ്റും വരുന്നുണ്ട്. ആൻഡ് ഫൈനലി ഹി ഫ്ലൂ. അങ്ങനെ അവസാനം നമ്മളുടെ യങ് സീകൾ പറക്കുകയാണ്. ആൻഡ് ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് ഷോഡ് ദിയർ ജോയ് ബൈ ഫ്ലൈയിങ് വിത്ത് ഹിം. അങ്ങനെ അവൻ്റെ കുടുംബം മൊത്തം അവരുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് അവനോടൊപ്പം പറക്കുന്നത് നമ്മൾ കാണാം. എവറി ചൈൽഡ് നീഡ്സ് കറേജ് ആൻഡ് സപ്പോർട്ട് ഇൻ ഹിസ് ലൈഫ്. അപ്പോൾ നമ്മൾക്കറിയാം, ഏതൊരു കുട്ടിയായാലും അവൻ്റെ ജീവിതത്തിൽ അവന് കറേജ്, ധൈര്യവും അതുപോലെ തന്നെ പാരൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും പല സ്ഥലത്തും വീണ് പോവാം. നമുക്ക് ധൈര്യവും അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും സപ്പോർട്ടും ചെയ്യാനുണ്ടെങ്കിൽ അത് എല്ലാ കുട്ടികൾക്കും അത് ഒരു ഉത്തേജകമായിരിക്കും. സോ ടു ബി സക്സസ്ഫുൾ വി ഹാവ് ടു ബി കറേജസ്. അപ്പോൾ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ കറേജസ് ആയിരിക്കണം, നമ്മൾ നല്ല ധൈര്യമുള്ളവൾ ആയിരിക്കണം, അതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിരിക്കണം, നല്ല ആത്മവിശ്വാസമുള്ളവരായിരിക്കണം, നല്ല ഹോപ്പ്ഫുൾ ആയിരിക്കണം. ആൻഡ് സെൽഫ് റിലയൻറ്റ് ആണ് സ്വയം സ്വാശ്രയം ഉള്ളവർ, അതായത് സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം. The story conveys the message that we can't achieve anything without taking risk. അപ്പോൾ ഈ ഒരു കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ആർക്കും തന്നെ ഒന്നും നേടാൻ സാധിക്കുകയില്ല. നമ്മൾ എന്തെങ്കിലും നേടണം, അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഈ ചാപ്റ്ററിൽ വരുന്ന മെയിൻ തീംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫേസിങ് ആൻഡ് ഓവർകമ്മിങ് ചലഞ്ചസ് ഫോർ അച്ചീവിങ് ഗ്രേറ്റ്നെസ്. അപ്പം നമ്മൾ വലിയ നേട്ടങ്ങൾ നേടണമെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടേണ്ടി വരും. എന്നാൽ മാത്രമേ നമ്മളുടെ റിയൽ ഗോൾ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മദേഴ്സ് ലവ് ആൻഡ് കെയർ. അതേപോലെ തന്നെ അമ്മയുടെ സ്നേഹവും ആ കരുതലും അതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ തീമായി നിങ്ങൾ കാണാവുന്നതാണ്. ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കറേജ്, കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. അതുപോലെ തന്നെ കറേജ്, ധൈര്യം ഉണ്ടാവേണ്ടതിൻ്റെയും ആത്മധൈര്യം, കോൺഫിഡൻസ്, ആത്മവിശ്വാസം, അതുപോലെ തന്നെ സെൽഫ് റിലയൻസ്, സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ചും ഈ ചാപ്റ്ററിൽ, ഈ സ്റ്റോറിയിലൂടെ നമ്മൾക്ക് പ്രധാന തീമായി കാണാവുന്നതാണ്. ഇനി ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആണ് മദർ സീകൾ, അമ്മ കടൽക്കാക്ക. അപ്പം അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ എഴുതാം നോക്കാം. ദ മദർ സീകൾ ഇസ് എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാമോ ഫ്ലഹേർട്ടി. അപ്പോൾ നിങ്ങളുടെ ഏതൊരു ക്യാരക്ടർ തന്നിട്ട് അതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്താൻ പറഞ്ഞാലും നിങ്ങൾ ആദ്യം ആ ക്യാരക്ടർ ഏത് സ്റ്റോറിയിലെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അത് ആദ്യത്തെ സെൻറ്റൻസിൽ ആ ക്യാരക്ടർ ഏത് സ്റ്റോറിയാണ്, ആ സ്റ്റോറി ആരാണ് എഴുതിയതെന്ന് ആദ്യം എഴുതുക. ഇവിടെ നമ്മൾക്കറിയാം മദർ സീകൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിലെ ക്യാരക്ടറാണ്, അത് എഴുതിയത് ലിയാമോ ഫ്ലഹേർട്ടി ആണ്. അപ്പോൾ അത് ആദ്യം മെൻഷൻ ചെയ്യുക. ദ മദർ സീകൾ ഇസ് എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാമോ ഫ്ലഹേർട്ടി. ഷി അപ്പിയേഴ്സ് ടു ബി എ ടഫ് ബട്ട് മോട്ടിവേറ്റിംഗ് ക്യാരക്ടർ. അപ്പം അമ്മ നമ്മൾക്ക് ആദ്യം തോന്നും കുറച്ച് ടഫാണ്, കുറച്ച് ഹാർഡാണെന്നൊക്കെ. പക്ഷേ അമ്മയാണ് ഏറ്റവും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇൻ റിയാലിറ്റി ഷീ ഈസ് ലവിങ് ആൻഡ് കെയറിങ്. അല്ലേ, കുറച്ച് കടുപ്പം പോലെ ഹാർഡാണ് തോന്നുമെങ്കിലും ഏറ്റവും നല്ലോണം സ്നേഹിക്കുകയും കെയറൊക്കെ ചെയ്യുന്നത് അമ്മയാണ്. ആൻഡ് ഷീ നോസ് ഹെർ ചിൽഡ്രൻ ബെറ്റർ ദാൻ എനി അതർ പേഴ്സൺ. അല്ല, അമ്മയ്ക്കാണ് തൻ്റെ മക്കളെ മറ്റാരേക്കാൾ നന്നായി അറിയാവുന്നത്. She realizes that her little one needs a lot of motivation to achieve his goal of flying. അപ്പം അമ്മയാണ് തിരിച്ചറിഞ്ഞത് എൻ്റെ ചെറിയ മകന്
അല്ലെ, കൂടുതൽ മോട്ടിവേഷൻ പ്രചോദനമൊക്കെ ആവശ്യമുണ്ട്. അവൻ്റെ ആ ലക്ഷ്യം, അവൻ്റെ ആ പറക്കൽ എന്നുള്ള ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യണമെങ്കിൽ അവൻ നല്ല മോട്ടിവേഷൻ ആവശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അമ്മയാണ്. ആൻഡ് ഷീ ക്രിയേറ്റ്സ് എ ചലഞ്ചിങ് സിറ്റുവേഷൻ ഫോർ ദ യങ് സീഗൾ ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അമ്മ എന്ത് ചെയ്യാണ്, അവന് പറക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ, ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ അമ്മ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അല്ലെ, ഷീ അപ്പിയേഴ്സ് വിത്ത് എ പീസ് ഓഫ് ഫിഷ് ബട്ട് ഹോൾഡ്സ് ഇൻ ദ യാവ്. അമ്മ ഒരു കുഞ്ഞു കഷ്ണം മീൻ എടുത്ത് പറന്ന് അവൻ്റെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ അവന് കൊടുക്കുന്നില്ല, പകരം തൊട്ടടുത്ത് എത്താനായ സമയത്ത് അവിടെ എയറിൽ ഹോൾട്ട് ചെയ്യാണ്, അവിടെ നിൽക്കുകയാണ്. മാഡൻഡ് ബൈ ഹങ്കർ. അപ്പോൾ നമ്മൾക്കറിയാം തൊട്ട് തലേന്ന് മുതൽ നമ്മളുടെ യങ് സീകൾ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവൻ ആകെ വിശന്ന്, മാഡൻഡ് ബൈ ഹങ്കർ, വിശന്നിരിക്കുകയാണ്. മാഡൻഡ് ബൈ ഹങ്കർ ദ യങ് സീകൾ ഡൈവ്സ് ഫോർ ദ ഫിഷ്. വിശന്ന് ഭ്രാന്തായി അവൻ ആ അമ്മയുടെ കൊക്കിലുള്ള പീസ് ഓഫ് ഫിഷ് എടുക്കാൻ വേണ്ടി തുള്ളുകയാണ്, അമ്മയുടെ ആ കൊക്കിന് നേരെ ജമ്പ് ചെയ്യാണ്. ദ മദർ ഹെൽപ്സ് ദ യങ് സീകൾ ടു ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ബിക്കം സെൽഫ് റിലയൻറ്റ്. ആ സമയത്ത് അമ്മ മുകളിലേക്ക് പോകുന്നു, അവൻ താഴേക്ക് പോകുന്ന പോലെ തോന്നി, പക്ഷെ തൊട്ടടുത്ത നിമിഷം അവന് പറക്കാൻ സാധിച്ചു. അപ്പം അങ്ങനെ അമ്മയാണ് അവനിലൊരു സെൽഫ് കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുവാനും അവനൊരു സെൽഫ് സഫീഷ്യൻ്റ് ആക്കി മാറ്റാനും സഹായിച്ചത്. ആൻഡ് പാരൻസ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ് ഓഫ് ദ ചിൽഡ്രൻ. നമ്മൾക്കറിയാം ഏറ്റവും അല്ലെ, അമ്മയും അച്ഛനുമാണ് കുട്ടികളുടെ ആദ്യത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ചിൽഡ്രൻ ലേൺ ദ ലെസൺസ് ഓഫ് ലൈഫ് മോസ്റ്റ്ലി ഫ്രം ഹോം. ജീവിതത്തിലെ പല കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്. ദ മദർ സീഗൾ ഇൻ ദ സ്റ്റോറി ഈസ് എ റോൾ മോഡൽ ഫോർ ഓൾ മദേഴ്സ്. ഈ ഒരു മദർ സീഗൾ എല്ലാ അമ്മമാർക്കും അല്ലെ ഒരു റോൾ മോഡലാണ്. അതുപോലെ തന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ഈസ് ദ യങ് സീഗൾ, നമ്മുടെ കുഞ്ഞിൽ കടൽക്കാക്ക. അവൻ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചും ക്യാരക്ടർ സ്കെച്ച് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക യങ് സീഗൾ എന്നുള്ളത് ഏത് സ്റ്റോറിയിലെയാണ്. ഇപ്പോൾ നമ്മൾക്കറിയാം ദ യങ് സീഗൾ ഇസ് എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഓഫ് ലഹർട്ടി ആൻഡ് ഹി വാസ് ലെഫ്റ്റ് അലോൺ ഓൺ ദ ലെഡ്ജ്. അപ്പോൾ ആ ഒരു പാറയിടുക്കിൽ അവൻ ഒറ്റക്കായി. ഹി വാസ് എഫ്രേഡ് ടു ഫ്ലൈ. അവന് പറക്കാൻ ഭയമുള്ളത് കാരണമാണ് അവൻ അവിടെ ഒറ്റക്കായി പോയത്. ഹി ലാക്ട് കോൺഫിഡൻസ്. അവന് ആത്മവിശ്വാസം തീരെയില്ലായിരുന്നു. ഹി തോട്ട് ഹിസ് വിങ്സ് വുഡ് നോട്ട് സപ്പോർട്ട് ഹിം. അവൻ വിചാരിച്ചത് അവൻ്റെ ചിറകുകൾ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്നാണ്. ഹി വാസ് ഓൾസോ എഫ്രേഡ് ഓഫ് ദ വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് ദ സീ. അതുപോലെ താഴെ വിശാലമായി പരന്നു കിടക്കുന്ന കടൽ അവനെ ഭയപ്പെടുത്തി. ഹി സിബ്ലിങ്സ് എന്ന് പറഞ്ഞ സഹോദരങ്ങളാണ്, 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററും ഉണ്ട്. ഹിസ് സിബ്ലിങ്സ് ഫ്ലൂ ടു ദ അതർ സൈഡ്. അപ്പോൾ അവൻ്റെ സഹോദരിയും സഹോദരന്മാരൊക്കെ പറന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോയി. യങ് സീഗൾ വാസ് സ്റ്റാർവിങ് ഫോർ എ ലോങ് ടൈം. നമ്മളുടെ യങ് സീഗൾ ഭയന്ന് പറക്കാതെ അവിടെ നിൽക്കുകയാണ്. അവൻ അവിടെ ഭക്ഷണമൊന്നും കഴിക്കാനില്ല, അങ്ങനെ വിശന്ന് നിൽക്കുകയാണ് അവിടെ. ഹിസ് പാരൻസ് ട്രൈ ടു മോട്ടിവേറ്റ് ഹിം. അപ്പോൾ അവൻ്റെ പാരൻസ് അവനെ പരമാവധി മോട്ടിവേഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഹിസ് മദർ അപ്രോച്ച്ഡ് വിത്ത് എ പീസ് ഓഫ് ഫിഷ്. അപ്പോൾ അവസാനം അമ്മ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരു പീസ് ഓഫ് ഫിഷ് എടുത്ത് അവൻ്റെ അടുത്തേക്ക് വരുന്നു. തൊട്ടടുത്തത്തെ സമയത്ത് അമ്മ അവിടെ എയറിൽ നിൽക്കുകയാണ്, ഹോൾട്ട് ചെയ്തു. അപ്പം അങ്ങനെ ആ വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവൻ ആ ഫിഷിന്, അമ്മയുടെ കൊക്കിലുള്ള ആ പീസ് ഓഫ് ഫിഷിന് നേരെ ജമ്പ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ആ ഒരു ജമ്പാണ് അവനെ പറക്കാൻ സഹായിച്ചത്. സോ ദാറ്റ് ഹെൽപ്ഡ് ഹിം ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. എ ജേർണി ഓഫ് 1000 മൈൽസ് ബിഗിൻ വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. നമ്മൾക്കറിയാം, നമ്മൾക്ക് മൈലുകൾ താണ്ടാനുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണം. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇതിൽ ചോദിക്കാവുന്ന ഒരു കോമൺ എസ്സേയോ പാരയോ ചോദിക്കാൻ പറ്റുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് മദേഴ്സ് കെയർ ആൻഡ് ലവ്. ചിലപ്പം ഒരു പാരഗ്രാഫൊക്കെ ആയി ചോദിക്കാം. മദേഴ്സ് കെയർ ആൻഡ് ലവ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം, ഗോഡ് couldn't be present everywhere, so he created mothers. അല്ലേ, ദൈവത്തിന് എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും ഉണ്ടാവാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് ദൈവം അമ്മമാരെ സൃഷ്ടിച്ചു. ഈ വാക്കുകൾ നമ്മുടെ ടാഗോറിൻ്റെ വാക്കുകളാണ്. ദ വേർഡ്സ് ഓഫ് ടാഗോർ അണ്ടർലൈൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് മദേഴ്സ്. ഈ ടാഗോറിൻ്റെ വാക്കുകൾ അമ്മയുടെ ഇമ്പോർട്ടൻസിന്, അമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിക്കുന്ന എന്ത് ചോദിച്ചാലും ഈ ഒരു കൊട്ടേഷൻ വെച്ച് തുടങ്ങാവുന്നതാണ്. ആൻഡ് മദർ ഈസ് ദ ഫസ്റ്റ് ഫ്രണ്ട്, ഫസ്റ്റ് ടീച്ചർ ആൻഡ് ദ ഫസ്റ്റ് ഗൈഡ് ഓഫ് ഹർ ചിൽഡ്രൻ. അല്ല, അമ്മയാണ് നമ്മളുടെ കുട്ടികളുടെ ആദ്യത്തെ ഫ്രണ്ടും ആദ്യത്തെ ടീച്ചറും ആദ്യത്തെ
വഴികാട്ടിയൊക്കെ. ആൻഡ് ഷീ ഈസ് ദ ത്രെഡ് ദാറ്റ് കണക്ട്സ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ഫാമിലി, അല്ലേ? അതായത് ആ കുടുംബത്തിലെ എല്ലാ ആൾക്കാരെയും പരസ്പരം യോജിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് അമ്മ. ആൻഡ് ഷീ ഈസ് എ സിംബൽ ഓഫ് ലവ് ആൻഡ് സാക്രിഫൈസ്, അല്ലെ? സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെ ഒക്കെ ഒരു സിംബലാണ് അമ്മ. ആൻഡ് മദർ ഈസ് എ പില്ലർ ഓഫ് ഫാമിലി, അല്ല? അമ്മ ആ വീടിൻ്റെ ഒരു നെടും തൂൺ തന്നെയാണ്. ആൻഡ് ഷീ ഈസ് എ ഗ്രേറ്റ് ലിസണർ ആൻഡ് എൻകറേജസ് ദ ചിൽഡ്രൻ ടു ഡു ദിയർ ബെസ്റ്റ് ആൻഡ് ഷീ ഇൻസ്പയർസ് ദ ചിൽഡ്രൻ ടു ബിക്കം ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ്. അമ്മ നല്ല എല്ലാം എന്ത് നിങ്ങൾ പറയുന്നതും കേൾക്കുന്ന നല്ല ലിസണറാണ് അമ്മ. അതോടൊപ്പം അമ്മ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുന്നു, അവരുടെ ബെസ്റ്റ് ഔട്ട്കം പുറത്തേക്ക് എടുക്കാൻ വേണ്ടി അമ്മ സഹായിക്കുന്നു. ആൻഡ് ഷീ ഇൻസ്പയർസ് ചിൽഡ്രൻ ടു ബിക്കം ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ്, നല്ല ബോൾഡായി മാറാൻ, നല്ല ആത്മവിശ്വാസമുള്ള ആൾക്കാരായി മാറാൻ അമ്മയാണ് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ടൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഷീ ഈസ് ദ ലവ്ലി ഷാഡോ ഓഫ് ഗോഡ്, അല്ല? അമ്മ ദൈവത്തിൻ്റെ ഒരു നിഴൽ തന്നെയാണ്. ഹു പ്രൊട്ടക്ട്സ് ഹർ ചിൽഡ്രൻ ഫ്രം ഓൾ ദി ഡേഞ്ചേഴ്സ്, അല്ലെ? എല്ലാ അപകടങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു കവചൻ, ഒരു നിഴൽ പോലെ, ദൈവത്തിൻ്റെ നിഴൽ തന്നെയാണ് അമ്മ. സോ ലെറ്റ് us ട്രീറ്റ് അവർ മദേഴ്സ് വിത്ത് കെയർ ആൻഡ് അഫെക്ഷൻ. അമ്മയെ സ്നേഹത്തോടെയും ബഹുമാനത്തോടും നമ്മൾക്ക് ഇനി മുതൽ ട്രീറ്റ് ചെയ്യാം. സോ ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ദ മദർ സീഗൾ gives all the motivation that the young seagull needed to overcome its inhibition. അപ്പോൾ നമ്മളുടെ ആ സീഗളിനുണ്ടായിട്ടുള്ള ആദ്യൊരു മടി, ആ ഒരു പറക്കാനുള്ള ഭയം, അതൊക്കെ മാറ്റി അവന് മോട്ടിവേഷൻ കൊടുത്ത് അവനെ പറക്കാൻ പ്രാപ്തിയാക്കിയത് അവൻ്റെ അമ്മയാണ്.